ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ. എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഞാനും കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഗസ്റ്റിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ എൻ്റെ വീട്. അപ്പം നമുക്ക് കുറേം കൂടി ഭയങ്കര സ്പെഷ്യലാണ് ശിവരാത്രി എന്ന് പറയുമ്പോഴത്തേക്ക്. തൊട്ടടുത്തൊരു ശിവൻ്റെ അമ്പലം ഉള്ളത് കൊണ്ട് എന്ന് മാത്രമല്ല, ഫാമിലി ഒരുമിച്ച് വരുന്നു. സോ എക്സ്ക്യൂസ് എൻ്റെ അച്ഛൻ എബ്രോഡാണ്. അപ്പോൾ ശിവരാത്രി ടൈമിൽ അച്ഛൻ നാട്ടിൽ വരാറുണ്ട്, ശിവരാത്രി ഉത്സവമൊക്കെ കാണാനും. അപ്പോൾ ആ ഒരു ടൈമിലാണ് അച്ഛൻ നാട്ടിൽ വരുന്നത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്പെഷ്യലൊക്കെ. ആൻഡ് ഇന്നിപ്പം ശിവരാത്രിൻ്റെ തലേന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ വട്ടം അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ സ്പെഷ്യലായിരുന്നു. ഈ വട്ടത്തെ നമ്മളുടെ ഈ നോട്ടീസ് പ്രദർശനത്തിന് വേണ്ടിയിട്ട് എന്നെയും ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ആദ്യമായിട്ടാണ് അറൗണ്ട് ഒരു 5 years ആയി ഞാൻ ആക്ടിങ് ഫീൽഡിലൊക്കെ വന്നിട്ട്. ഇപ്പം കഴിഞ്ഞൊരു 10 months ആയിട്ട് ഞാൻ വർക്കും ചെയ്യുന്നില്ല. സോ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ലക്ക് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-10 സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ എത്താവുന്ന അമ്പലത്തിൽ ഇങ്ങനെ ഇതിന് ഒരു ഗസ്റ്റായിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ കാരണം നമ്മൾ ഭയങ്കരമായിട്ടും ഒരു ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ബഹളമൊക്കെയാണ് കേൾക്കുന്നത്. സോ ഞാൻ ചുരുക്കി പറയാം, നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. സോ അമ്പലത്തിലെ കാഴ്ചകൾ, കടകൾ, ഷോപ്സ്, എവറിത്തിങ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഞാനൊരു 10 minutes ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ ചെറിയൊരു പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർക്ക് പനി പിടിച്ചു, ബ്രദറിനൊക്കെ പനി പിടിച്ചു, അതേപോലെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വരുന്നു. ഈടായിട്ട് ഇതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. സോ ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. സോ ഞാൻ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ അമ്പലത്തിലെ നിന്ന് മാത്രമല്ല, തുടക്കം തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് ദിവസം ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന വരുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി തിരിച്ചു പോയി, പുള്ളിക്കാരത്തി എന്നൊക്കെ ഞാൻ പറയുന്നു. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ് വളരെ മിനിമൽ മേക്കപ്പാണ്. ജസ്റ്റ് കണ്ണ് നല്ല രീതിയിൽ വാലൊക്കെ ഇട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പൊട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ ലിപ്സ്റ്റിക്, കമ്മലുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്തിരി ഹൈ കോളർ പോലെ വരുന്നതുകൊണ്ട് തന്നെ മാലയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ ഈ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു വാച്ച് ആൻഡ് ഫുൾ ലുക്കൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കുർത്തിയും പിന്നെ ഒരു ലെഗിങ്സും ആണ് കേട്ടോ. സോ ഈ ഒരു സിമ്പിൾ ഡ്രസ്സായിരുന്നു വന്നിട്ട്. ഹാൻഡ്ലൂമിൻ്റെ ആണ് കേട്ടോ ഈ ഡ്രസ്സ് കുട്ടികൾ ഇട്ടിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്, രണ്ടും ഡിഫറെൻറ്റ് കളേഴ്സ് ആ രീതിയിൽ. ഇത് നല്ലോണം സ്റ്റിച്ച് ചെയ്തു, പക്ഷേ കുറച്ചൊരു ഇറക്കം കൂടിപ്പോയല്ലേ. പിന്നെ സിസ്റ്ററിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു. അപ്പൂപ്പനെ നമ്മൾ നേരത്തെ ഈ ഉത്സവത്തിനൊക്കെ മുന്നേ തന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഫുൾ റോഡിലാണെങ്കിലും കുറേ അവിടെ ഇവിടെ ആയിട്ട് കളിപ്പാട്ടവും ഐസ്ക്രീം അതുപോലത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. വെറ്റയും ഒക്കെ ഉണ്ട്. ഫോട്ടോ എടുത്ത് നല്ല തല തോർത്ത് കെട്ടിയിരിക്കും. ഈ അമ്മൂമ്മ ഇരിക്കുന്നത് എൻ്റെ മാമൻ്റെ വീടിൻ്റെ ആ പുരയിടത്തിൻ്റെ അവിടെ അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. സോ നമ്മൾ ഓരോരുത്തരെയും കണ്ട് സാധനങ്ങളൊക്കെ നോക്കി, കുട്ടികൾക്കാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഓരോന്നും മേടിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോവുക. അപ്പോൾ അവിടുത്തെ ഓരോരോ കാഴ്ചകളാണ് കേട്ടോ. ബെൽറ്റൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ വട്ടം കാണുന്നത്. കുറേ ഐസ്ക്രീമിൻ്റെയൊക്കെ പല ബ്രാൻഡ്സിൻ്റെ ഓരോ സ്റ്റോള് പോലെ ഉണ്ടായിരുന്നു. കുറേ കളിപ്പാട്ടത്തിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അമ്പലത്തിൽ ഉത്സവത്തിൽ കാണാവുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഓപ്പൺ സ്റ്റേജ് കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, പാട്ടും ഡാൻസും ഒക്കെ. ഇതാണ് ഇവിടുത്തെ വലിയൊരു ശിവൻ്റെ സ്കൾപ്ചർ ഉണ്ട്. സോ ആദ്യം കുറച്ച് നേരം നമ്മളിങ്ങനെ പുറത്ത് നിന്നു. അപ്പോഴത്തേക്ക് തനു ഇളയാൾ നടക്കാൻ വയ്യെന്നും പറഞ്ഞ് വിഷ്ണുവിന് തോളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇല്ല, പാറു എൻ്റെ സിസ്റ്റർ വഴക്ക് പറഞ്ഞിട്ടാണ് ഇറക്കിയത്. പിന്നെ അവരെല്ലാവരും അമ്പലത്തിനകത്തേക്ക് കയറി. അപ്പം ഞാനും വിഷ്ണുവും കൂടിയിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സോ നമ്മൾ വന്നിട്ട് അവിടെ പുറത്ത് ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ഇരിക്കാൻ എന്നല്ല, അമ്പലത്തുമായിട്ട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. സോ അവിടെ പോയെങ്കിരുന്നു. അവിടെ ഇരുന്നിട്ട് കുങ്കുമമൊക്കെ വിൽക്കണ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ, അതേപോലെ തന്നെ കുലുക്കി സർബത്ത്, കരിമ്പിൻ ജ്യൂസ്, ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ചാറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഇതെല്ലാം. പിന്നെ നമ്മളതൊക്കെ കണ്ടു. അതേപോലെ ശിവൻ്റെ ആ ഒരു ലൈറ്റ്, ആ ഒരു ഇത് മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഓരോരോ ഈ ഡെക്കോർ സംഭവങ്ങളുണ്ടല്ലോ, പല ദൈവങ്ങളുടെയും ഈ സംഭവം വെച്ചിട്ടുണ്ട്, LED പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി ഫാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി വിഷ്ണു എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ.
അപ്പം കുറേ ആയി ഞാൻ അഭിനയിച്ചിട്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആവുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ എടുത്ത ടൈമിൽ അറൗണ്ട് ഒരു 1 ഇയർക്ക് മേലെയായി, ഒരു 13 മാസമായിട്ടുണ്ടാവും ഞാൻ വർക്ക് ചെയ്തിട്ട്. സ്റ്റിൽ എന്നെ ആൾക്കാർ സാൻഡ്ര മേഡം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഓർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെന്താ, അതെ അവിടെ ബാക്കിൽ ഇങ്ങനെ ഇത് കഥകളി എന്തോ ആയിരുന്നു, അപ്പോൾ കഥകളീൻ്റെ ഇതിന് ഇറങ്ങാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഓരോരോ കുട്ടി ഇതേപോലത്തെ സ്റ്റോൾസ് ഒക്കെ കണ്ടു. പ്ലേ ഏരിയയിലേക്ക് പോയിട്ടോ, അവിടെ ഈ റൈഡ് കാര്യങ്ങളൊക്കെ, പണ്ട് ഇവിടെ ജയൻറ്റ് വീല് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇതൊക്കെ തന്നെയാണ് മറ്റേ ഷൂട്ട് ചെയ്ത് ഇതാക്കുന്നതും, പിന്നെ ഈ കുട്ടികളുടെ കുറേ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ്, ബോട്ടിങ് പോലെയൊക്കെ, പിന്നെ ഈ ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റർക്ക് ഇങ്ങനെ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഒത്തിരി വയ്യായ്മ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തിരിച്ച് പോവുകയാണെന്ന് പറഞ്ഞു. കുട്ടികൾ ഇവിടെ നിന്നോട്ടെ, മൂത്ത ആൾ അതിൽ കയറി, ഇളയാൾ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ മൂത്ത ആൾ അവിടെ നിന്ന് കളിച്ചോട്ടെ, നമ്മൾ പോകാമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഇളയാൾ പോകാൻ നോക്കി. പക്ഷേ ഇളയാൾക്ക് കുറച്ച് പേടിയാണ് കേട്ടോ ഈ വക കാര്യങ്ങൾ. അതുകൊണ്ട് ഇളയാൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തന്നെ നിന്ന്, മൂത്ത ആൾ പോയിട്ട് ആൾ നല്ല സ്മാർട്ടായിട്ട് പോയി സ്ലൈഡിലൊക്കെ കളിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്നു. അപ്പം ഞാൻ, വിഷ്ണു, അച്ഛൻ, നമ്മൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇളയാളും സിസ്റ്ററും ഹസ്ബൻഡും തിരിച്ച് വീട്ടിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഈ സ്ലൈഡിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഐസ്ക്രീം സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചക്ക ഐസ്ക്രീമൊക്കെ കിട്ടും. ആക്ച്വലി എനിക്ക് ചക്ക ഐസ്ക്രീം എന്തോ അതേപോലെ ഈ വക സ്ഥലത്ത് നിന്ന് മേടിക്കുന്ന ഈ ചക്ക ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ വേറെ എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചക്ക ഐസ്ക്രീം മാത്രമായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ്. അത് നമുക്ക് എല്ലായിടത്തും അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ മേടിച്ച് ഒരെണ്ണേ മേടിച്ചുള്ളൂ. എല്ലാവർക്കും പനി, എനിക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ പനി ഇല്ലാണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിച്ചു. അപ്പം മൂത്ത ആൾ സ്ലൈഡിലല്ലായിരുന്നു. അപ്പോൾ അവൾ ഇറങ്ങി വന്നപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവൾക്കും മേടിച്ചു കൊടുത്തു. അവൾക്ക് സ്ട്രോബെറി ഐസ്ക്രീം എന്തോ വേണം എന്നും പറഞ്ഞ് നമ്മളത് മേടിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് എന്തായത്, അവൾ കഴിച്ചില്ല. അവൾ കുറച്ച് ഇതാക്കിയിട്ട് അവൾ അതങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയപ്പോഴത്തേക്ക് അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, മിണ്ടുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് നടക്കുന്നു. മോൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ, എന്തോ കളിപ്പാട്ടം മേടിക്കണം പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വിഷ്ണുവിനെ അറിയാവുന്ന ആരൊക്കെയോ കണ്ടു. അങ്ങനെ വിഷ്ണു അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് പോയി അവിടെ നോക്കിയപ്പോഴത്തേക്കാണ് അവിടെ എന്തോ പ്രോഗ്രാം, ഡാൻസോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മൾ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ മുന്നേ പറഞ്ഞില്ല, എൻ്റെ മാമൻ്റെ ആ ഒരു പുരയിടത്തിൽ കുറച്ച് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ആൾ സെലക്ട് ചെയ്തു, അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് കാണാം നമ്മുടെ ഷീ സ്റ്റൈൽ ടീം ഫുൾ അമ്പലത്തിലുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് പോകുമ്പോഴത്തേക്ക് കാണാമെന്നില്ല. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു. തിരക്കായിരുന്നതിനെ കൊണ്ട് പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു. തിരിച്ച് വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് കാണാം അവിടെ ഈ പടക്കം പൊട്ടിക്കുക അതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെറ്റി പേടിച്ച് വീട്ടിനകത്ത് വന്ന് കിടന്നു. ബെറ്റി ഭയങ്കര സ്മാർട്ടാട്ടോ. പക്ഷേ പടക്കം പൊട്ടിച്ച് എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പം അന്നദാനം ഉള്ള ടൈമിൽ വീട്ടിൽ ചേച്ചി പോയിട്ട് അത് മേടിച്ചുകൊണ്ട് തരുമായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് ഡേ എനിക്ക് അന്നദാനത്തിൻ്റെ വെരി ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയ കുറച്ച് ഐറ്റംസാണ്. ചോറും എനിക്കെന്തോ ഈ അച്ചാർ, അതേപോലെ ഈ തൈരിലുള്ള ആ ഒരു മാങ്ങയുടെ ആ ഒരു ഇതും, പിന്നെ ബീട്രൂട്ട് പച്ചടിയും അച്ചാറും ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു അമ്പലത്തിൽ കിട്ടുന്ന അന്നദാനത്തിന് കിട്ടുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ, അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ. അപ്പൂപ്പനാണെങ്കിൽ കാണാം ഇത് മേടിച്ചിട്ട് വരുമായിരുന്നു പണ്ട് ഞങ്ങൾ ചെറുതായിരുന്ന ടൈമിൽ. ഇപ്പം അപ്പൂപ്പന് ഓർമ്മയില്ല, അല്ലെങ്കിൽ അപ്പൂപ്പൻ നമ്മളുടെ ആണല്ലോ, അപ്പോൾ അങ്ങനെ പോത്തൊന്നുമില്ല എവിടെയും. പക്ഷേ നമുക്ക് ആ ഒരു ഓർമ്മ ഇത് കിട്ടുമ്പോൾ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ല, ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ആനക്കുട്ടിയാണ് കേട്ടോ ആ പോയത്. പിന്നെ സെക്കൻഡ് ഡേ നമ്മൾക്ക് കിട്ടിയ അന്നദാനത്തിൻ്റെ ഇത്രയും ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ആ ടൈമിൽ തടിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസം വിഷ്ണു എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ, അപ്പോൾ ഞാനില്ലായിരുന്നു, ഞാൻ വീട്ടിനകത്ത് എന്തോ അപ്പൂപ്പൻ്റെ കൂടെ ഇരിക്കും അങ്ങനെ എന്തോ ചെയ്യായിരുന്നു. അപ്പോൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ പോകുന്ന വഴിക്ക് പോയിട്ട് തിരിച്ച് എൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഇതാക്കിയിട്ട് കാല് ആ ഫ്രണ്ടിലുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് അങ്ങനെ വെച്ച് ലൈക്ക് നമ്മളിങ്ങനെ തൊഴുത്തില്ലേ, കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തൊഴുന്ന പോലെ കാണിച്ചിട്ട് പുള്ളിക്കാരത്തിയുടെ പാട്ടിനങ്ങ് പോയി കേട്ടോ. അപ്പം വിഷ്ണു എന്തോ അപ്പം തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ്. പെട്ടെന്ന് വിഷ്ണു എന്നെ പുറത്തേക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു എൻ്റെ വീട്ടിലത്തെ ഇത്. വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. വിഷ്ണു എന്നെ കത്തിച്ച് വെച്ചാൽ അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
അപ്പോൾ അതാണ് ആള് ചെയ്തത്. വിളക്ക് കണ്ടിട്ട് ഇങ്ങനെ തൊഴുതിട്ടൊക്കെ പോയി. അപ്പം നമുക്കതൊരു ഭയങ്കര അടിപൊളിയാണല്ലോ എന്നൊരു ഫീലാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിഷ്ണുവിനോട് പറയണത്, എന്നാലും അത് എങ്ങനെ സംഭവിച്ചു നമ്മൾ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കും, എങ്ങനെ സംഭവിച്ചു, എങ്ങനെ കണ്ടു ആള്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്ത് തിരിച്ച് പോകുന്നതാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ എന്തോ 2 ദിവസം മുന്നേ എന്തോ ആൾ 1 or 2 ദിവസം മുന്നേ പോയി. പിന്നെ വരില്ല, നമ്മൾ പഴമൊക്കെ മേടിച്ച് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു, പക്ഷെ നടന്നില്ല. ഇതാണ് അമ്പലമുക്ക് ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്നേ തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ അന്ന്, ശിവരാത്രിയുടെ അന്ന് രാവിലെ നമ്മൾ എന്തോ ഒരു കാര്യം മേടിക്കാനായിട്ട് എന്തോ ജംഗ്ഷനിൽ പോയതാണ്. അപ്പോൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴുള്ള ആ ഒരു തിരക്കാണ് കേട്ടോ ഇത് കാണുന്നത്. പണ്ട്, അതായത് കോവിഡിനൊക്കെ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ ക്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. അത്ര ക്യൂ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. പിന്നെ കോവിഡിന് ശേഷം പിന്നെ എല്ലാം വളരെ ലിമിറ്റ് വെച്ചിട്ട് അങ്ങനെ വെറും ക്രൗഡുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും കോവിഡിന് മുന്നത്തെ ഒരു ടൈം പോലെ പിന്നീട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ ആൾക്കാർ വരുന്നതും പോകുന്നതൊക്കെ സന്തോഷമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഓരോരുത്തർ ഈ 4 വീലർ വണ്ടിയൊക്കെ കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിടും. നമ്മളെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്, ഗേറ്റ് തുറന്ന് അതിനകത്ത് ഇട്ടിട്ടൊക്കെ പോവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇട്ടിട്ട് പോയിട്ട് നമ്മൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ പോവും. എടുത്തൊന്ന് മാറ്റാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തെറി വരെ പറഞ്ഞ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സോ ഉത്സവം എന്ന് പറയുമ്പോൾ ഇഷ്ടമാണെങ്കിൽ പോലും ഈ വക കാര്യങ്ങൾ, ഇതാണ് നമ്മൾ വെറുക്കുന്ന കാര്യം. കാരണം ഇപ്പം തന്നെ നോക്കിയാൽ മതി, എൻ്റെ വീടിൻ്റെ ആ ഒരു റോഡ് എന്ന് പറയുമ്പോൾ ഇത്തിരി ചെറിയൊരു റോഡാണ്. ചില പൊട്ടന്മാരുടെ വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കങ്ങ് എന്തായാലും അതൊക്കെ പോട്ടെ. ശിവരാത്രിയുടെ അന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടിയിട്ട് സദ്യ കഴിക്കാൻ അങ്ങോട്ട് ഇരുന്നു ആസ് യൂഷ്വൽ. അപ്പം നമ്മളുടെ സദ്യ കഴിക്കുന്ന ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയും ചേച്ചിയും കൂടിയിട്ടാണ് എല്ലാം ചെയ്തത്. വീട്ടിലെ ചേച്ചിയാണ്, എൻ്റെ സ്വന്തം സിസ്റ്റർ അല്ല കേട്ടോ. അമ്മയും ആ ചേച്ചിയും കൂടിയിട്ടാണ് എല്ലാ തലേന്ന് ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് ആ ഒരു രീതിയിൽ. ഇതാണ് എൻ്റെ സദ്യ. എനിക്കിഷ്ടമുള്ള കറികൾ മാത്രമേ ഇതിലുള്ളൂ. എനിക്കിഷ്ടമല്ലാത്ത ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് മെയിനായിട്ട് എനിക്ക് നെയ്യ് വേണം, അതേപോലെ അച്ചാർ വേണം, ബീട്രൂട്ട് പച്ചടി വേണം, പപ്പടം, പിന്നെ എനിക്ക് ആ മാങ്ങയും തൈരും കൂടി വരുന്ന ഒരു കറിയുണ്ട്. അത് ഇവിടെ ഒന്നും കിട്ടത്തില്ല. പക്ഷേ എനിക്കെന്തോ ഈ അമ്പലത്തിൽ പലപ്പോഴും എനിക്ക് അന്നദാനത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിച്ചാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. എല്ലാ വർഷവും അന്നദാനം എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഈ വട്ടം 2-3 വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3-3:30 ആയപ്പോൾ നമ്മുടെ ഷീ സ്റ്റൈലിലെ ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചേച്ചിയും ചേട്ടനും വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. ലാസ്റ്റിൽ അതുകൊണ്ട് അത്ര ലേറ്റ് ആയപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം നോക്കിയപ്പോഴത്തേക്ക് ചങ്ങലിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് കാണാണ്ട് ഒരു ആനക്കുട്ടൻ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊന്ന് കുളിച്ച് ഞാൻ ഡ്രസ്സ് ചെയ്തു. ഞാൻ ഈ ഒരു ധാവണിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഓർണമെൻറ്റ്സ്, എനിക്ക് ഓർണമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഏത് ഡ്രസ്സ് എടുത്താലും അതിന് ചേർന്ന ഓർണമെൻറ്റ്സ് വേണം എന്ന് എനിക്കൊരു ഭയങ്കര ഇതാണ്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെടുന്ന ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പം അതിലൊരെണ്ണം ഞാൻ വെറുതെ ഇട്ടപ്പോഴത്തേക്ക് എനിക്കിഷ്ടമായി. അങ്ങനെ പിന്നെ ഞാൻ ഇതാണ് ഫൈനലൈസ് ചെയ്തത്. വേറെ ഞാൻ ഇട്ടൊന്നും നോക്കിയൊന്നുമില്ല. എനിക്ക് പ്ലീറ്റ് എടുക്കാൻ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ മറ്റേ ബെഡിൽ വെച്ച് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഇട്ടതാണ്. പക്ഷേ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇതാവുന്നില്ലായിരുന്നു. ഈ പ്ലീറ്റ് എടുത്ത് ശരിയാണോ എന്നോട് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു. സോ ഞാനിനി സാരി എനിക്ക് പ്ലീറ്റ് എടുക്കാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ തോന്നിയ പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കേർട്ട് നല്ല രസമാണ്. എനിക്ക് ആക്ച്വലി ഇത് പക്ഷേ ഈ ബ്ലൗസ് രീതിയിൽ ആ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് എനിക്ക് ആ ഒരു ഈ ഒരു സ്കേർട്ടും ഉടുപ്പായിട്ട് മാത്രം ഇടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതും ഈ ഒരു ഷോളും ഒക്കെ ഞാൻ ഇതാക്കിയത്. ഞാനിനി ഇത് ഒന്ന് ഇത് ചെയ്യട്ടെ, അറേഞ്ച് ചെയ്യട്ടെ ഗൈസ്. എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ. ശിവരാത്രിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയമാവില്ല. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ. സോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സാരിയിലൊക്കെ ഓരോരുത്തർ പിന്നൊക്കെ കുത്തിയിരിക്കുന്നത്. അതുപോലെ ഞാൻ കുത്തിയിട്ടുണ്ട്. സോ എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ കണ്ണ് എഴുതി കൊടുത്ത് ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ പൊട്ടിട്ടെ. എന്നിട്ട് പെട്ടെന്ന് ഞാൻ പോട്ടെ. എന്നിട്ട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലാണോ അതോ അവിടെ ബാക്ക് സൈഡിലാണോ ഈ ശബ്ദം കേൾക്കുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശരി ഗൈസ്, അപ്പം പൊട്ടിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, എൻ്റെ ഇന്നത്തെ ഒരു ഫുൾ ലുക്ക് വന്നിട്ട് പൊട്ടും വെച്ചു. ബാക്കിലൊക്കെ സാരി കവറായിരിക്കുന്നത്. ഓരോ സാരീസ് ഞാൻ ഇട്ട് നോക്കിയിട്ടെ. ഇനി അമ്മയുടെ കുറച്ച് കുപ്പിയോളം അടിച്ചു മാറ്റണം, വാച്ച് കെട്ടണം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഓൾ സെറ്റ്.
ഇതിനിടയ്ക്ക് ഞാൻ ഈ പ്രൊസഷനൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ ബെസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ഉറങ്ങുമായിരുന്നു, ഇന്ന് കോൾ എടുത്തില്ല. എൻ്റെ ഫോണിലെടുത്ത വീഡിയോസാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത്. ഇനി വിഷ്ണുവിൻ്റെ ഫോണിൽ വിഷ്ണു പകർത്തിയ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ മിസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഒക്കെ വിഷ്ണുവിൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്കത് ഷെയർ ചെയ്യായിരുന്നു. സോ ഞാൻ അത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഈ കെട്ടുകാഴ്ചയൊക്കെ കുറേയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാം നമ്മുടെ ക്ലൈമറ്റിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നു. ഒരു വല്ലാത്തൊരു കാറ്റും, തണുപ്പെന്നല്ല, ഒരു കാറ്റും ഒരു വല്ലാത്തൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ട് സ്കൈ ഒരു വല്ലാതെ ഇതായിട്ടിരിക്കുമായിരുന്നു. ആ ടൈമിൽ കുറച്ച് എൻ്റെ ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഈ വട്ടം ഉത്സവത്തിന് വന്ന പല ആൾക്കാരും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ബോഗൻവില്ല നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് പുറത്തേക്കാണ് വളർന്ന് നിൽക്കുകയാണ്, അതായത് റോഡിലേക്ക്. അപ്പോൾ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് നല്ല രസം കാണാൻ. ഇതാണ് കേട്ടോ റോഡിലൂടെ പോകുന്നവർക്ക് കാണുന്ന ആ ഒരു വ്യൂ. ഇതാണ് ഇവിടെ നിന്ന് പലരും ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ വീടിനകത്തൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണേ, ഇതെന്താ ഇവരെന്താ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ ശരിക്കും അന്നത്തെ ദിവസം ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ എന്ത് രസമുണ്ട് എന്ന്. അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ആക്കി. അപ്പോൾ പിന്നെ ഞാനും കൂടി കുറച്ച് നേരം പുറത്തിരുന്നു. ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ നോക്കി കുറച്ച് നേരം ഒന്ന് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിച്ചപ്പോഴത്തേക്ക് നമ്മൾ നിർത്തി പിന്നെ അകത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് വിഷ്ണു ആസ് യൂഷ്വൽ വിളക്കൊക്കെ കത്തിച്ചു. ചെറുതായി മഴ പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ഈവനിങ് വാക്ക് തടസ്സമായതിനെ കൊണ്ട് രാത്രി ആയപ്പോഴത്തേക്ക് ഓക്കെ ഇനിയിപ്പോൾ മഴയൊന്നും പെയ്യില്ല, ക്ലൈമറ്റൊക്കെ ഫുള്ളി ചേഞ്ച് ആയപ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങി നടക്കാമെന്ന് കരുതി ഞാനും അപ്പൂപ്പനും കൂടിയിട്ട് ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഒരു ഞങ്ങളിങ്ങനെ ഓരോന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. നൈറ്റ് വിഷ്ണു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് എന്തോ ബലൂൺ മേടിക്കാനോ. അപ്പോൾ പോയ ടൈമിൽ എടുത്ത അമ്പലത്തിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോ എടുത്തതാണ്. ഈ പാട്ട് വരുന്ന പോർഷൻസ് ഞാൻ ഒന്നെങ്കിൽ ഫാസ്റ്റാക്കുക അല്ലെങ്കിൽ സ്ലോ ആക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അപ്പം പിന്നെ ബെറ്റി ഈ എപ്പോഴാണ് ഈ ഇതൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ വേണം അവൾക്ക് വീട്ടിനകത്തേക്ക് ഓടിക്കയറാൻ. ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. എല്ലാവരും പോയി ആളും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഫുൾ വേസ്റ്റ് മാത്രമുള്ള റോഡ്. കണ്ടോ എന്തോരം വേസ്റ്റ് അല്ലേ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രി കഴിഞ്ഞെങ്കിലും എക്സ്ട്രാ 1-2 ദിവസം കൂടി ഉത്സവം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കൊടിമരം വന്നിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അതേപോലെ രാത്രിയിൽ പള്ളിവേട്ട അങ്ങനെ ഒരു ഇതും ഉണ്ടായിരുന്നു ഈ വട്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മ പറഞ്ഞപ്പോഴേക്കും കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ പ്രതിഷ്ഠ എടുത്തുകൊണ്ട് കടവിലെന്തോ കൊണ്ടുപോയി അങ്ങനെ കുളിപ്പിക്കുക, അങ്ങനെ എന്തോ ഒരു ഇതല്ലേ. അപ്പം അങ്ങനെ പോകുന്ന ടൈമിൽ വെട്ടൊന്നും കാണില്ല. അതെ ഇതേപോലെ അവർ പോകുന്നത് ഇരുട്ടത്തൂടെ പോകുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ ഓഫാക്കി ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് വരും എന്ന് പറഞ്ഞ് ഓരോരുത്തർ വരുന്നു പറയുമല്ലോ. അപ്പം ആ ഒരു ടൈമിൽ ഞങ്ങൾ കുറേ നേരം അവിടെ പുറത്ത് ഇരിക്കുമായിരുന്നു ഇത് കാണാനായിട്ട്. എന്താ സംഭവം ആദ്യമായിട്ടല്ലേ കാണുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മറ്റേ ശിവേലി അത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു അമ്പലത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണാനായിട്ട് എനിക്കൊന്നും ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും തോന്നുന്നു, അറിയില്ല. ഇന്ന് വരെ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം നല്ല ഇരുട്ടായിരുന്നതിനെ കൊണ്ട് തനുവും ഞാനും ഒക്കെ കുറേ നേരം അവിടെ കളിച്ച് നമ്മുടെ ഈ LED മറ്റേ ബലൂൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കുറച്ച് നേരം കളിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് കോള് കിട്ടി, അവർ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് പോർച്ചിൻ്റെ അവിടെ മാത്രമേ നമ്മൾ ലൈറ്റ് ഇട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വീണ്ടും കാത്തിരുന്നു. വീടിൻ്റെ ആ ഒരു സൈഡിൽ ഫ്രണ്ടിൽ മാത്രം സിറ്റ് ഔട്ടിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലൈറ്റ് ഇട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ വെട്ടം, ഓരോ വീട്ടിലും ചിലയിടത്ത് മാത്രമേ വെട്ടം ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മളും ഫുള്ള് ലൈറ്റ് ചെയ്തില്ല, ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം അങ്ങനെ വെട്ടമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ബെറ്റി ഇങ്ങനെ എന്താ സംഭവം എന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുക, അവളുടെ കണ്ണ് മാത്രം ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും കസേര ഇട്ടിട്ട് പുറത്ത് അത്രയും എനിക്കൊന്ന് 3/4 മണിക്കൂർ എന്തോ എടുത്തു. അത്രയും ടൈമും അവരവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഫുൾ ലൈറ്റ് ഓൺ ആയിട്ടോ. ഫുൾ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രിക്ക് വേണ്ടി ഇട്ടിട്ടുള്ള ആ ഫുൾ ലൈറ്റും അവർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഓക്കെ അവരിത് എവിടെയോ അടുത്ത് എത്തി എന്ന് മനസ്സിലായി. അവിടെ നിന്ന് തിരിക്കുക മാത്രമല്ല ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. സ്പീക്കറിൽ ഈ കൊട്ടും മേളവും ഒക്കെ അതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ചെറിയ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താ സംഭവം എന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട്. ഞാനതിൻ്റെ മേജറായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ എടുത്തുകൂടെന്ന് തോന്നുന്നു. അപ്പം ജസ്റ്റ് അവിടെ ഇവിടെയും കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും ഞങ്ങൾക്ക് ഒക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഈ വട്ടത്തെ ഉത്സവവും ശിവരാത്രിയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എല്ലാ വർഷവും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു സെലിബ്രേഷൻ. മെയിനായിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വീടുള്ളത് കൊണ്ട് ശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓണം പോലെ തന്നെയാണ്, സദ്യയൊക്കെ ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ.